ഇസ്രായേലും ഇറാനും ഇത്തവണ ഒരു തുറന്ന ആണവ യുദ്ധത്തിന്റെ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1967 ഇറാന് US ആണവ റിയാക്ടർ നൽകി. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് US പിന്തുണയുള്ള ഷാ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. 1980 ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം US വിച്ഛേദിച്ചു. 1984 ഇറാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണെന്ന് US പരസ്യമായി പ്രഖ്യാപിച്ചു. 1988 ഇറാന്റെ യാത്രാ വിമാനം US അബദ്ധത്തിൽ വെടിവെച്ചിട്ടു. അതിൽ 290 പേരാണ് മരണമടഞ്ഞത്. 2002 ഇറാൻ, ഇറാഖ്, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തിന്മയുടെ അച്ചുതണ്ടാണെന്ന് US പ്രസിഡന്റ് ജോർജ് W. ബുഷ് പ്രഖ്യാപിച്ചു. 2009 ഇറാൻ രഹസ്യമായി ആണവ കേന്ദ്രം നിർമ്മിക്കുന്നതായി ബ്രിട്ടൻ, ഫ്രാൻസ്, US എന്നീ രാജ്യങ്ങൾ ആരോപിച്ചു. 2012 ഇറാനും USഉം തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നു എന്നും കരുതപ്പെടുന്നു. 2013 US പ്രസിഡന്റ് ബറാക് ഒബാമയും ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. 2015 ആണവ പദ്ധതികൾ കുറയ്ക്കാൻ ഇറാൻ സമ്മതിച്ചു. അങ്ങനെ US ഉൾപ്പെടെ 60 രാജ്യങ്ങളുമായി ഇറാൻ കരാറിൽ ഒപ്പുവെച്ചു. 2016 ആണവ പരീക്ഷണങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന് സമ്മതിച്ചതോടെ ഇറാനുമേൽ നിലവിലുണ്ടായിരുന്ന ഉപരോധം USഉം യൂറോപ്യൻ യൂണിയനും പിൻവലിച്ചു. എന്നാൽ 2016 USനായി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് 2010 മുതൽ തടവിലായിരുന്ന ആണവ ശാസ്ത്രജ്ഞൻ ഷഹ്റാം അമീരിയെ ഇറാൻ തൂക്കിലേറ്റി. 2017 ഇറാൻ ആണവായുധം വഹിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്ന് US വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. 2018 ഇറാനുമായി ഒപ്പുവെച്ച 2015 ആണവ കരാറിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2019 സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിച്ചതായി ഇറാന്റെ പ്രഖ്യാപനം വന്നു. 2020 ഇറാൻ 2015 ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധികൾ വയ്ക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 മാർച്ചിന് പുതിയ ആണവ കരാറിലെത്താൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് കത്തയച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2025 ജൂൺ 4 ആണവ പദ്ധതിയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാനാവില്ലെന്ന് ആയത്തുള്ള അലി ഖമൈനി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ നിലവിലെ അവസ്ഥയും അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നുള്ള വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ നമ്മുടെ കേട്ടറിവ് ചാനലിലുണ്ട്, കണ്ടു നോക്കുക.